എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഉടനെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണം SBCID ഓൾറെഡി അപേക്ഷിച്ചിരിക്കുന്ന കുറച്ചേറെ ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്, ഇനി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തോടു കൂടി കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മള് എല്ലാം കൂടെ പഠിച്ചിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. സോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ഒരു അടിത്തറ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അടിത്തറ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് ബേസിക് ആയിട്ട് 50 മാർക്കിനാണ് GK ടോപ്പിക്സ് വരുന്നത് പ്രിലിംസിന്. ഈ 50 മാർക്കിനകത്ത് ഏകദേശം നമ്മൾ ഒരു 30 മുതൽ ഒരു 37 റേഞ്ചിനകത്ത് മാർക്ക് വാങ്ങിക്കുകയും കണക്കും ഇംഗ്ലീഷും മലയാളവും കൂടെ ഒരു സേഫ് ആയിട്ട് ഒരു 30-35 മാർക്കൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പ്രിലിംസ് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു 30 റേഞ്ചിനകത്ത് മാർക്ക് വാങ്ങിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ വേണമെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം. അപ്പൊ ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തു തരാൻ പോകുന്നത്. നമുക്ക് എല്ലാം കൂടെ പഠിച്ചിട്ട് പോകാനോ എല്ലാം കൂടെ എടുത്തു തരാനോ നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും പിന്നെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ വന്നിരിക്കുന്ന ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിരിക്കും നമ്മൾ കോഴ്സായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ക്ലാസ് എടുക്കുന്നതും അതിന്റെ നോട്ട്സ് കൊടുക്കുന്നതും മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി സമയമില്ല, ഇനി എപ്പോഴാ തുടങ്ങുന്നതെന്ന്. അപ്പൊ മാക്സിമം എല്ലാം ഒന്ന് അടുപ്പിച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 499 രൂപയ്ക്കാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് ഇത് മെയിൻസ് എക്സാം വരെ ഉപയോഗിക്കാൻ സാധിക്കും. മെയിൻസ് വരുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് പിന്നീട് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്. കേരളത്തിന്റെ കേസിൽ വരുമ്പം എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാര് സ്ഥിരം ചോദ്യമാണ്. അത് വരുന്ന ഏരിയ എല്ലാവർക്കും അറിയാലോ. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദ്യം വരുന്നത്. അപ്പൊ വേറെ പുറത്തു പോയി പഠിക്കേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിനകത്ത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ദെൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, ഏകദേശം 7 മുതൽ 8 വരെ ചോദ്യങ്ങൾ ഈ 5 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ധർമ്മരാജയെ പറ്റിയിട്ടോ ഒക്കെയാണ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നത്. അപ്പൊ 1 അറൈവൽ ഓഫ് യൂറോപ്യൻസ്, 2 ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ചിത്തിര തിരുനാൾ, എല്ലാവരെയും പഠിക്കുക കേട്ടോ. ദെൻ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്, കേരളവുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ് കൃത്യമായിട്ട് പഠിക്കാം. നാഷണൽ മൂവ്മെന്റ്സ് കേരളത്തിലെ ഏതൊക്കെയാണെന്ന് പഠിക്കാം. യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, ഐക്യ കേരള പ്രസ്ഥാനം കേരള PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു ഈ അടുത്ത സമയങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ. നിങ്ങൾ ഡിഗ്രി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിച്ചങ്ങ് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാം കൂടെ പഠിച്ചിട്ട് പാസ്സായി പോകാനൊന്നും നമുക്ക് പറ്റില്ല. പുതിയ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്കാണെങ്കിലും പഠിച്ച ആൾക്കാർ കാണും, റിവിഷൻ നടത്തി പോകാന്നുള്ളതേ ഉള്ളൂ. പുതിയ ആൾക്കാരോടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും കേരള ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കുക. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കാണാറുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ കാണാറുണ്ട്, സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്സ് ചോദിക്കാറുണ്ട്, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റിനെ പറ്റിയിട്ടും അവരുടെ ചില സംഘടനകളെ പറ്റിയിട്ടും ഒക്കെ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിച്ചു കൂടായികയില്ല. സോ അത്രയുമാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി എല്ലാം കൂടെ തുടക്കത്തിലെ പഠിക്കേണ്ട. ആദ്യം നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 30, 32, ഒരു 35 റേഞ്ചിനകത്ത് മാർക്ക് ഉറപ്പിക്കുന്ന ടോപ്പിക്സ് സെലക്ട് ചെയ്യുകയാണ്. വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ടിന്റെ ആയിക്കോട്ടെ, അമേരിക്കൻ വാർ ആയിക്കോട്ടെ, ഫ്രഞ്ച് റവല്യൂഷനും റഷ്യൻ റവല്യൂഷനും അതുപോലെ സെക്കൻഡ് വേൾഡ് വാർ ഇപ്പം ഈ വരുന്ന ചോദ്യങ്ങളിലെ പേപ്പറുകളിലെല്ലാം കാണുന്നുണ്ട്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് നേഷന്റെ സഭകളെ പറ്റിയിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ യുണൈറ്റഡ് നേഷൻ ഒഴിവാക്കിയാൽ പോലും പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറും കൂടെ നിങ്ങൾ പഠിക്കാം. അപ്പൊ ഹിസ്റ്ററി നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. എന്റെ ഇഷ്ടത്തിനല്ല കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് പറയുകയാണെ. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷന്റെ മീറ്റിംഗ്സോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ദെൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞാണ് എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്
ലാൻഡ് ഫോംസ്, പ്രത്യേകിച്ച് ഡെൽറ്റയെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം UPSC ചോദ്യമായിരുന്നു. ആ ലാൻഡ് ഫോമിനകത്ത് ഡെൽറ്റ പറ്റിയിട്ടുള്ള ചോദ്യം 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ റിപ്പറ്റേറ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാം. പ്രഷർ ബെൽറ്റ് മിൻസും ചോദിക്കാറുണ്ട്. അതുപോലെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ കണ്ടതാണ് റിമോട്ട് സെൻസിങ്ങും GIS സിസ്റ്റത്തെ പറ്റിയിട്ട് ഒരു 2-2.5 വർഷം മുമ്പ് ചോദിച്ച ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്ര ഊന്നൽ തുടക്കത്തിൽ കൊടുക്കണ്ട, ജസ്റ്റ് പഠിച്ചു പോവുക. ഇത്രയും ടോപ്പിക്സ് ക്ലിയർ ആക്കുക. ഇന്ത്യൻ ജോഗ്രഫി കൃത്യമായിട്ട് പഠിക്കണം. അത് +1 ജോഗ്രഫി പുസ്തകം ഉപയോഗിച്ച് തന്നെ പഠിക്കണം. നോർത്തേൺ മൗണ്ടൻ റീജിയനും റിവേഴ്സും നോർത്തേൺ ഗറഡ് പ്ലെയിനും ക്ലൈമറ്റും പോലെയുള്ള കാര്യങ്ങൾ മൊത്തം പഠിക്കുക. കേരളത്തിന്റെ റിവേഴ്സ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടക്കത്തിൽ പഠിക്കുക. ഓക്കെ, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് എക്കണോമിക്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും വരുന്ന സമയത്ത് ഞാൻ ഒന്നും ഒഴിവാക്കാൻ നിങ്ങളോട് പറയില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 5 മാർക്കിനോളം എക്കണോമിക്സിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ചോദിക്കും. ടോപ്പിക്സ് വളരെ കുറവാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും അതിനകത്ത് കാണാറുണ്ട്. പ്രത്യേകിച്ച് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, 5 ഇയർ പ്ലാനിങ്, നീതി ആയോഗ്, ഇത് ഉറപ്പാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കാണാറുണ്ട്. പിന്നെ കാണുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു. ടാക്സും നോൺ ടാക്സ് റവന്യൂവും ചോദിക്കാറുണ്ട്. ഒരു സമയത്ത് സ്ഥിരം ചോദ്യമായിരുന്നു ഫിസ്ക്കൽ പോളിസി ഒക്കെ. ഇപ്പൊ അതങ്ങനെ കാണുന്നില്ല. സോ ഈ അടിവര ഇട്ടിരിക്കുന്ന ടോപ്പിക്സ് മാത്രം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ ഇത് തറവാക്കുക എന്നുള്ളതാണ് കേട്ടോ. എവിടുന്ന് ചോദ്യം വന്നാലും ചോദിക്കണം, ഇത് ആൻസർ എഴുതാൻ പറ്റണം. ഇതിന്റെ കറണ്ട് അഫയേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സിവിക്സിലേക്ക് വരുമ്പം ഇന്ത്യൻ സിവിൽ സർവീസും സ്റ്റേറ്റ് സിവിൽ സർവീസും ഒരു 6-7 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ കമ്മീഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ചോദിക്കാറുണ്ട്. ലോക്പാലും ലോകായുക്ത ഒക്കെ കണ്ടിട്ടുണ്ട്, എങ്കിലും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ. ദെൻ ഇലക്ഷൻ, നമുക്ക് ഇലക്ഷൻ സമയമായതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയിട്ടോ ഇലക്ഷനെ പറ്റിയിട്ടോ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടോ ഒക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പോളിസീസ് ഒന്ന് നോക്കിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. നാഷണൽ എംപ്ലോയ്മെന്റ് പോളിസീസും കേരളവുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് കുടുംബശ്രീ പോലെയുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് നോക്കുക. കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കുക. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്ഥിരം ചോദ്യം, പ്രിയാമ്പിൾ സ്ഥിരം ചോദ്യമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP സ്ഥിരം ചോദ്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് സ്ഥിരം ചോദ്യമാണ്, പഞ്ചായത്തി രാജ് സ്ഥിരം ചോദ്യമാണ്, എമർജൻസി ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. പക്ഷെ ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് ഉറപ്പിച്ചു വെക്കുക. അതിനുശേഷം ബാക്കി പഠിക്കാം. സമയം കിടക്കുകയാണല്ലോ, നമ്മളിപ്പോ ആദ്യം ഒരു 3 മാസം കൊണ്ട് ഇതങ്ങ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ അവാർഡുകൾ, കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അവാർഡുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുക. ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട വേദികൾ, രാജ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ എഴുത്തുകാര്, തൂലികാനാമ, അപരനാമങ്ങൾ പഠിക്കുക. മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവാർഡുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഓർത്തു വെക്കാം. കഥാപാത്രം കൃതികളും കൂടെ പഠിച്ചോളൂ. സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ടോപ്പിക്കാണിത്. സംസ്കാരത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പൊ നിങ്ങൾ അതിലോട്ട് ശ്രദ്ധിക്കേണ്ട. ഇത്രയും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് സാഹിത്യം പഠിക്കുക. കൂടുതലായിട്ട് അവാർഡ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് ഒന്നും ഒഴിവാക്കാൻ ഒക്കത്തില്ല. കാരണം കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. എല്ലാം നമുക്ക് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വരുന്നുള്ളൂ. 1-2 ഒക്കെയാണ് മാക്സിമം ചില വർഷങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വാസ്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. ISRO സ്ഥിരം ചോദിക്കാറുണ്ട്. അതിന്റെ ആക്ടിവിറ്റീസും അച്ചീവ്മെന്റ്സും അതും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. DRDOയും എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസും എനർജി പോളിസി ഉണ്ടല്ലോ, ഇന്ത്യയുടെ എനർജി പോളിസി, ഗവൺമെന്റിന്റെ പോളിസീസും പ്രോഗ്രാംസും, പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും റിന്യൂവബിൾ എനർജി പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ബയോഡൈവേഴ്സിറ്റി എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ അടിസ്ഥാനപരമായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ ഹോട്ട് ടോപ്പിക്സ് കൃത്യമായിട്ട് നിങ്ങൾ ഒരു 3 മാസം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഒരു 30-35 റേഞ്ചിലേക്ക് ഒരു 25 എബോവ് ഉറപ്പായിട്ടും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രാ സമയത്ത് നമുക്ക് ബാക്കി ടോപ്പിക്സ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.